ചാനലുകളും എല്ലാ മാധ്യമങ്ങളും എഴുതുന്ന ഒരേ ഒരു വാർത്ത സുധാകരനെ മാറ്റുമോ അല്ലെങ്കിൽ മാറ്റണം എന്നുള്ളതാണ്. ഇത്രയ്ക്കും അധികം താല്പര്യം സുധാകരന് മേൽ കേരളത്തിന് വന്നിട്ടുണ്ടെങ്കിൽ സുധാകരൻ ചെറിയൊരു പുള്ളിയല്ല. അദ്ദേഹം ഒരു പ്രതിഭ മാത്രമല്ല, പ്രതിഭാസം കൂടിയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. കെ സുധാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി വരുമ്പോൾ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം സാക്ഷാത്കരിച്ചുവോ എന്ന് ചോദിച്ചാൽ 100% എന്ന് പറയാൻ കഴിയില്ലെങ്കിലും സുധാകരനാണ് പ്രസിഡന്റായി വരുന്നത് എന്നുള്ളത് കൊണ്ട് പ്രതീക്ഷകളും ഏറെയായിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം ഒരു പരിധിവരെ സുധാകരന് നേരെയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായും ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനവും എല്ലാവരെയും ഒന്നിപ്പിക്കാനുള്ളൊരു കേഡർ സംവിധാനത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരാനൊക്കെ അദ്ദേഹത്തിന് പരമാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും അവസാനം അദ്ദേഹത്തിന് ആരോഗ്യപരമായ ചില കാരണങ്ങൾ ഉണ്ട് ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആരോഗ്യപരമായ കാരണങ്ങളിൽ പറയുന്നത് വലിയൊരു രോഗത്തിനടിമയല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ പൊതുവായ ഒരു അഭിപ്രായമായി മാറുന്നത്. സുധാകരന് ഇപ്പോൾ 75 വയസ്സ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു രോഗത്തിനടിമയായി എന്നൊന്നും പറയുന്നില്ലെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ സുധാകരൻ കടന്നു വന്ന വഴികളെ കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ഒരു തീഷ്ണമായ പോരാട്ടം, CPM-ന്റെ കോട്ടക്കൊത്തളം എന്ന് വിശേഷിപ്പിക്കുന്ന കണ്ണൂരിന്റെ മണ്ണിൽ ജനാധിപത്യ വിരുദ്ധമായി നടക്കുന്ന CPM-ന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ മുഴുവൻ ഒറ്റയാൻ പോരാട്ടത്തിലൂടെ പിടിച്ചുകെട്ടിയ ഒരു നേതാവാണ് കെ സുധാകരൻ. കെ സുധാകരന് മുമ്പ് N രാമകൃഷ്ണൻ എന്ന മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ഒരു പരിധിവരെ പിടിച്ചു നിർത്തിയ CPM-നെ പൂർണ്ണമായും കണ്ണൂരിന്റെ മണ്ണിൽ തളച്ചിടാൻ കെ സുധാകരന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ബാല്യവും അതുപോലെയുള്ള 50-60 വയസ്സുകളിലൊക്കെ അദ്ദേഹം CPM-നെതിരെ നയിച്ച പോരാട്ടം, ആ പോരാട്ടം ഈ സമയത്തും കാണാതെ പോകരുത് എന്നുള്ളതാണ് മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും അതുപോലെ CPM വിരുദ്ധരായി നിൽക്കുന്ന പലരുടെയും അഭിപ്രായം. സുധാകരൻ ഒരു 75 വയസ്സ് കഴിയുമ്പോൾ അദ്ദേഹത്തെ അല്ലറ ചില്ലറ രോഗങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തെ മൂലക്കിരുത്തുക എന്നുള്ളതല്ല. അദ്ദേഹത്തിന് പിന്നിൽ ഉറച്ച അണിനിരക്കുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ളപ്പോൾ അദ്ദേഹത്തിനെ സഹായിക്കാൻ നല്ല സഹഭാരവാഹികളെ നൽകി മുന്നിൽ സുധാകരനെ തന്നെ നിർത്തണം എന്ന് പലരും പറയുന്നുണ്ട്. അത് CPM മനോഭാവമുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ള ആളുകൾ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയനെ വരച്ച വരയിൽ നിർത്താനും കേരളത്തിന്റെ മണ്ണിൽ നിന്നും ആ കൂത്തരങ്ങാക്കി, അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയ ഭരണത്തെ ഇല്ലായ്മ ചെയ്യാനും ഇന്ന് കേരളത്തിൽ കഴിയുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അതിലാദ്യം കെ സുധാകരനാണ് എന്നെല്ലാവരും വിളിച്ചു പറയുകയാണ്. അവിടെ ഒരു ആന്റോ ആന്റണിക്കോ ഒരു സണ്ണി ജോസഫിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റൊരാൾക്കോ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് സുധാകരനെ മാറ്റുന്നത് കോൺഗ്രസിന്റെ ആത്മഹത്യാപരമായ തീരുമാനമായിരിക്കും എന്നുകൂടി ഇപ്പോൾ ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനം നമുക്ക് പിണറായി വിജയന്റെ മണ്ണിൽ നിന്ന് തന്നെ, പിണറായിയിൽ നിന്ന് തന്നെ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ഗുരു പാണ്ഡ്യാല ഗോപാലൻ, ആ പാണ്ഡ്യാല ഗോപാലന്റെ മകൻ പാണ്ഡ്യാല ഷാജി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ PCCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുക എന്ന് പറയുന്നത് വാസ്തുത എന്താന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ആത്മഹത്യാപരമായ സംഭവമാണ്. ഞാനത് പറയാൻ ഒന്നാമത് പുറത്ത് നമ്മളത് പറയുന്നത് ശരിയല്ല. കാരണം നിലവിലൊരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്ര എന്താ പറയാ വിവരദോഷമുള്ള ഒരു തീരുമാനം അപ്പുറത്തുനിന്ന് എടുക്കാനുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്, അത് അതിനേക്കാൾ പ്രധാനം എന്താന്ന് പറഞ്ഞാൽ ചില മീഡിയാസ് ആണ് ഈ സാധനം വളരെ കൃത്യമായിട്ട് സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുന്നത്. ഇത് മീഡിയാസിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നതിലുള്ള താല്പര്യം ശരിക്കും എന്താ, അതിനവിടെയാണ് ശരിക്കും നമ്മുടെ ഈ കണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വരുന്നത്. കാരണം ഈ പറയുന്ന ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞത് കെ സുധാകരൻ എന്ന് പറഞ്ഞ ആള്, അയാൾ കണ്ണൂരിൽ നിന്നാണ്. അദ്ദേഹം ഈ കേരളത്തിലെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവായിട്ട് ഉയരുന്നത്. പക്ഷെ അപ്പോഴേക്കും എന്തായിരുന്നു പറഞ്ഞാൽ ഈ കണ്ണൂർ ലോബി എന്ന് പറയുന്ന ഒരു CPIM-ന്റെ ലോബി ഈ കേരളത്തിനകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനകത്തും സർക്കാരിനകത്തും എന്താ പറയാ അനിയന്ത്രിതമായിരിക്കുന്ന ആധിപത്യവും സ്വാധീനവും ചെലുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്.
ഇത് പരമ്പരാഗതമായി ഉണ്ടായിരിക്കുന്ന ഒരു രീതിയാണ്. CPIM-ന്റെ കണ്ണൂരിൽ ഉണ്ടായിരിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ അതിനെ വലിയ സംഘടനാ മിഷനറി ഉപയോഗിച്ച് അതിനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന ഒരാൾ. നേരത്തെ MBR ആയിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ. പക്ഷേ MBR ഒന്നും ഇത്രയും ആന്റി ഡെമോക്രാറ്റിക് ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു പാർട്ടിയായ അദ്ദേഹം ഒരിക്കലും നയിച്ചിരുന്നില്ല എന്നതുകൊണ്ടാണ് ആ പാർട്ടിക്കകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഒന്നാം നില നേതാക്കൾ എന്ന് പറയുന്ന അന്നത്തെ രണ്ടാം നില നേതാക്കളെ മുഴുവൻ ഉണ്ടാക്കിയത്, മുഴുവൻ ആളെയും പ്രൊമോട്ട് ചെയ്തതും അവരെ വളർത്തിക്കൊണ്ടുപോകുന്നത് മുഴുവൻ MBR-ന്റെ കോൺട്രിബ്യൂഷനാണ്. ഈ ഗോവിന്ദനടക്കം ഉള്ള മുഴുവൻ ആളുകൾ 1 by 1 ആയി നിങ്ങൾ എണ്ണി നോക്കും. അത് മുഴുവൻ തന്നെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത് MBR-ന്റെ രാഷ്ട്രീയ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി സംഘടനാ മികവിന്റെ ഭാഗമായി വളർത്തിക്കൊണ്ട്, അല്ലാതെ ഇപ്പോഴത്തെ ഈ കാട്ടാസ് മുഖ്യമന്ത്രി കൊണ്ടുവന്നിരിക്കുന്ന ആളല്ല. അയാൾ കൊണ്ടുവന്നിരിക്കുന്ന ആളുടെ സംഭവത്തിന്റെയും കൂടി ഭാഗമാണ് കണ്ണൂരിൽ നിന്ന് ഈ CPIM എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ സ്റ്റീം റോളർ ഉപയോഗിച്ചുണ്ടാക്കുന്ന അപ്രമാദിത്വത്തെ തട്ടകത്തിൽ വെല്ലുവിളിച്ചു വളർന്നു വന്നിട്ടുള്ള ഒരാളാണ് വാസ്തവത്തിൽ ആരെന്ന് പറഞ്ഞാൽ ഈ KPCC തട്ടകത്തിൽ അക്ഷരാർത്ഥത്തിൽ വെല്ലുവിളിച്ച് വളർന്നു വന്നിരിക്കുന്ന ഒരാളാണ്. ശരിക്ക് നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് നടത്തി ജീവൻ പണയം വെച്ച് പൊരുതി ഓരോ സ്റ്റെപ്പും മുന്നേറി പിന്നെ അതിന്റെ ഒരു എന്താ പറയാ അത്തരം ഒരു വളരെ ഇരിമയോടെ ഉയർന്നു നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ആത്മഹത്യാപരമാണ്. ശരിക്കും എന്താന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ തന്നെ എന്താ പറഞ്ഞാൽ ഗ്രൂപ്പ് താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് ഈ സാധനം അസ്തമിച്ചു പോകുന്നൊന്നുമില്ലാണ്. അതൊരു ഭാഗത്ത് അത് നമ്മളങ്ങനെ പറഞ്ഞ് അത് വീണ്ടും കുളവാക്കുന്നത് ശരിയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പക്ഷെ അതിനേക്കാൾ പ്രധാനമായി വരേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതിനകത്ത് എന്താന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ KPCC പ്രസിഡന്റ് അയക്കുന്ന കെ സുധാകരൻ എന്ന ഒരാൾ കണ്ണൂർ ജില്ലയിൽ അംഗം വെട്ടി വളർന്നത് എന്നുള്ളതാണ്. കണ്ണൂർ ജില്ല ഏറ്റവും ആന്റി ഡെമോക്രാറ്റിക് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് നേരത്തെ പോയിരുന്ന ഘട്ടത്തിൽ അവിടെ ഫൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരാളായിരുന്നു മരിച്ചുപോയിരിക്കുന്ന തൊഴിൽ മന്ത്രി DCC പ്രസിഡന്റുമായിരിക്കുന്ന എൻ രാമകൃഷ്ണൻ, പഴയ തൊഴിൽ മന്ത്രിയായിരിക്കുന്ന എൻ രാമകൃഷ്ണൻ. അദ്ദേഹത്തിന് പിന്നീട് വന്നിരിക്കുന്ന അദ്ദേഹത്തെയും ഈ പറയുന്ന പോലെ CPI എന്ന് പറയുന്ന ഒരു പാർട്ടി സ്വാധീനിച്ച് കുളമാക്കി കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്ന സംഭവത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് ബോധമുള്ള ആളുകൾ വീണ്ടും ഈ അന്നത്തെ DCC പ്രസിഡന്റ് ആയിരിക്കുന്ന എൻ രാമകൃഷ്ണനെതിരായി സമരം ആരംഭിക്കുന്നത്, കലാപം ആരംഭിക്കുന്നത്. ആ കലാപത്തിന്റെ ഭാഗമായാണ് വളരെ കൃത്യമായി നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് നടത്തിയിട്ട് വന്നിട്ടുള്ള കെ സുധാകരൻ എന്ന ഒരാൾ കണ്ണൂർ ജില്ലയിലെ സർവ്വനാഡി ഞരമ്പുകൾക്കകത്തും ഉണ്ടായിരിക്കുന്ന ത്രസിപ്പിക്കുന്ന ഒരാളായി മുഴുവൻ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരെയും പൊതുവികാരമായും അതോടൊപ്പം തന്നെ ജനാധിപത്യം ആഗ്രഹിക്കുന്ന CPIM-നകത്തുള്ള ആളുകളുടെ പോലും പിൻബലത്തോടെയും ആശീർവാദത്തോടെയും താല്പര്യത്തോടെയും കൂടിയാണ്, ഒരു പൊതുജനാഭിപ്രായത്തിന്റെ ഭാഗമായിട്ടും കൂടിയാണ് അദ്ദേഹം DCC-യുടെ പ്രസിഡന്റായി ഈ കണ്ണൂർ ജില്ലയിലേക്ക് വരുന്നത്. ഈ കണ്ണൂർ ജില്ലയിലേക്ക് അദ്ദേഹം DCC പ്രസിഡന്റായിട്ട് വരുന്ന കാലയളവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഈ 86 ശേഷമാണ്. അതായത് MBR CPIM-ൽ തുറക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു കാലയളവാണ്. അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയതിനകത്ത് ശരിക്കും നരമേധയാഗം നടത്തുന്ന സമയമാണ് അന്നേരം. അയാൾ കണ്ണൂർ ജില്ലയിൽ ഏതെങ്കിലും ഒരു വഴിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മരണം ഉറപ്പ്, ഒരു കൊലയുറപ്പ്. ആളുകൾ അന്ന് വിളിച്ചിരുന്നത് ഇതാ കാലൻ വന്നിട്ടുണ്ട് എന്ന് പരസ്യമായി പറയുന്ന ഒരു അവസ്ഥയിൽ സംഘടനാ പ്രവർത്തനം അവരുടെ കുത്തകാധികാരമായി നിർത്തിയിരിക്കുന്ന ഘട്ടത്തിലാണ് ഒരു വളരെ കൃത്യമായി അതിനെ ചാലഞ്ച് ആൻഡ് റെസ്പോൺസ് എന്ന നിലയിൽ അത് കയറി ആക്രമിക്കുകയല്ല ചെയ്ത് ചാലഞ്ച് ആൻഡ് റെസ്പോൺസ് എന്ന നിലയിൽ കൃത്യമായിരിക്കുന്ന പ്രതിരോധ നിര ഉയർത്തിയിട്ട് വളർന്നു വന്നിട്ടാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ഇവിടെ പടുത്തുയർത്തി കൊണ്ടുവന്നത്. അത് കോൺഗ്രസുകാർ പറയുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന പരമ്പരാഗതമായിരിക്കുന്ന ഗാന്ധിയൻ രീതിയിൽ നിന്ന് തികച്ചും ഭിന്നമായാണ്. അതുകൊണ്ടാണ് KPCC പ്രസിഡന്റ് ആയിരിക്കുന്നത് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, കേവലമായിരിക്കുന്ന ഒരു ഗാന്ധിയൻ രീതി മാത്രമായി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ ഒരൊറ്റ കോൺഗ്രസുകാരന് നടക്കുക സാധ്യമല്ല എന്ന് പറയുക. കോൺഗ്രസുകാരന് മാത്രമല്ല, ഞാനിപ്പോ പറയാന്ന്, ഞാൻ ഒരു പഴയ CMP-യുടെ ആളായിരുന്നുകൊണ്ട് പറയാണ്, ഒരു CMP-കാരന് പോലും നടക്കണമെങ്കിൽ വേണമെന്ന് പറഞ്ഞാൽ ഈ CPM-മാരുടെ അനുമതിയുണ്ട്. ഈ ഒരു ഇത്തരം ഒരു ഘട്ടത്തിലാണ് ഡെമോക്രസി എന്ന് പറയുന്ന സംഭവത്തിന്റെ ഭാഗമായി, അതായത് പൗരാവകാശങ്ങൾ ധ്വംസിക്കുന്നതിനെതിരെ വരുന്ന ഒരു പൊതു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായി വളർന്നു വന്നിരിക്കുന്ന ജനാധിപത്യത്തോട് ആ ജനാധിപത്യ ബോധത്തെ അതിന്റെ സർവ്വഗിരിമയോടും കൂടി എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരാളുടെ ഉയിർപ്പോടെ ചങ്കുറപ്പോടെ അതിനെ നേരിട്ട് കടന്നു വന്നിരിക്കുന്നതിനാണ്. അവിടെ യഥാർത്ഥത്തിൽ ഈ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ബോൺ ഫൈറ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MBR കഴിഞ്ഞാൽ ഒരു ബോൺ ഫൈറ്റർ ആരാന്ന് ചോദിച്ചാൽ ആ ഫൈറ്റർ വേറെ ആരുമല്ല, അത് KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ പറയുന്ന കെ സുധാകരൻ എന്ന് പറഞ്ഞ ആൾ തന്നെയാണ്. പിണറായി വിജയനാണെന്ന് ചിലവര് പറയുന്നുണ്ട്. പിണറായി വിജയനാണെന്ന് ചിലവര് പറയുന്നുണ്ട്. അല്ല, അതല്ല, അയാൾ ആന്റി ഡെമോക്രാറ്റിക് ആണ്. ഇദ്ദേഹം അതല്ല. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇപ്പോഴും പോയി നോക്കിയാൽ മിനിമം 1000 ആളുണ്ടാവും. അവിടെ 1000 ആളുണ്ടാവും. ഈ 1000 ആളെന്ന് പറഞ്ഞത് ഒന്നും കോൺഗ്രസും അല്ല. എനിക്ക് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒന്നും കോൺഗ്രസ് അല്ല. വന്നത് മഹാഭൂരിപക്ഷം പേരും CPM-മാരായിരിക്കും.
എന്നാൽ ഈ CPM-കാരനാണെന്ന് നോക്കാതെ മുഴുവൻ ആളുകളെയും പിന്നെ കാര്യം എന്താണോ പറ്റാവുന്നതാണെങ്കിൽ അവിടെ വെച്ച് തന്നെ അന്നേരം തന്നെ പരിഹരിച്ചു വിടാൻ ബ്രാഞ്ചിൽ കൊടുക്ക്, പിന്നെ LC കൊടുക്ക്, AC കൊടുക്ക്, DC കൊടുക്ക്, ആർന്ന് കത്ത് വാങ്ങ്, ഇങ്ങനത്തെ ഒരു ഇടപാടും കൂടി ഇല്ല, ഒരു ഇടപാടും ഇല്ല. നേരെ പറ്റാവുന്ന കാര്യമാണെങ്കിൽ അന്നേരം തന്നെ വിളിച്ചു പറയുന്നു. അത് മാത്രമല്ല വരുന്നവരെ മുഴുവൻ തന്നെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. ഇതിന്റെ പ്രതിഫലനമാണ് എന്തുകൊണ്ട് അദ്ദേഹം ഈ കണ്ണൂർ ജില്ലയിൽ മത്സരിക്കുന്ന ദൈവത്തിൽ ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. കോൺഗ്രസിന്റെ വോട്ടാണോ അത്? കോൺഗ്രസിന്റെ വോട്ടാണോ? ഒരിക്കലും കോൺഗ്രസിന്റെ വോട്ടല്ല അത്. ആ വോട്ട് മഹാഭൂരിപക്ഷം എടുത്ത എവിടെയാ? CPM-ന്റെ വോട്ട്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു, ഞാൻ പിണറായിക്കാരനല്ലേ, ഈ പിണറായി പിന്നെ ഇദ്ദേഹത്തിന് കിട്ടുന്ന വോട്ട് എത്രയാണ്? ഈ മുഖ്യമന്ത്രി മത്സരിച്ചാൽ കിട്ടുന്ന വോട്ടാണോ അത്? അതിന്റെ 10 വോട്ടർ ഇദ്ദേഹം കിട്ടുന്ന വാങ്ങുന്നത്. ഈ പറയുന്ന ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പോലും വലിയ തോട്ടത്തിലുണ്ടായിരിക്കുന്ന ഭൂരിപക്ഷം നേടിയതാരാ? ഈ പറയുന്ന KPCC പ്രസിഡന്റ് അല്ലേ, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് അല്ലേ? അപ്പൊ അത് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ജനങ്ങളുടെ പൾസറിയുകയും ജനങ്ങളുടെ പക്ഷം നിന്നുകൊണ്ട് പൊരുതുകയും ജനാധിപത്യ ബോധത്തിന്റെ പക്ഷത്ത് അടിയുറച്ചു നിൽക്കുകയും ചെയ്യാൻ അവിടെ എന്ത് ചെയ്യില്ല. അവിടെ അദ്ദേഹത്തിന്റെ ലൈഫ് നോക്കിയില്ല. എനിക്ക് നേരിട്ടറിയുന്നതാണ്. രണ്ട് കൊലപാതകം അദ്ദേഹത്തെ 2 കൊലപാതകം നേരിട്ടറിയുന്നതാണ്. അദ്ദേഹത്തെ വധിക്കടിച്ച് നടത്തി. ഒന്ന് ഈ ചൊവ്വ ഗേറ്റ് എടുത്ത് വെച്ച് നടത്തിയിരിക്കുന്ന ഒരു അതിമാരകമായ സംഭവം ഉണ്ട്. അതിമാരകമായ സംഭവം. ആ കാറ് പിന്നീട് ഉപയോഗിച്ചിരുന്ന ആരാന്ന് പറഞ്ഞാൽ CPM-മാർ വെട്ടി പിന്നെ പരിക്കേൽപ്പിച്ച് ആകെ നശിപ്പിച്ചു. പിന്നെ ഒരു കൈ വിരലില്ലാതായി പിന്നെ സഖാവ് TP ഹരീന്ദ്രൻ അരിയാട്ടനാണ് പിന്നീട് എത്രയോ കാലം സുധാകരന്റെ ആ കാറ് പിന്നീട് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ പിന്നെ ഓരോ ആൾ ജീവന് എന്തെങ്കിലും പുറത്തു പോയാൽ തിരിച്ചു വരുമെന്ന ഒരു ഗ്യാരണ്ടിയുമില്ലാതെ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വളർന്നു വന്നിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന KPCC പ്രസിഡന്റ്. പലർക്കും ഈ പറയുന്ന പല ആളുകൾക്ക് എന്താ അറിയാം, അത്തരം ഒരു പിന്നെ പോരാട്ടത്തെ സ്വപ്നത്തിൽ പോലും അതായത് പിന്നെ 106 ഡിഗ്രിക്ക് വരെ പനി വന്നിട്ട് നിൽക്കുന്ന ഭ്രാന്തായി നിൽക്കുന്ന അവസ്ഥയിൽ പോലും സ്വപ്നം കാണാൻ കഴിയില്ല, പേടിച്ചിട്ട് കാണാൻ കഴിയില്ല. അങ്ങനെ വരുന്ന ഒരു പ്രതിസന്ധിയെ കുറിച്ച് കടന്നിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാല് അത് ചെറിയ സംഭവമല്ല. അതിനെന്ത് വേണം? ജന്മനാ ഫൈറ്റർ ആയിരിക്കണം. ഈ ജന്മനാ ഫൈറ്റർ ആയിരിക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹം ബ്രണ്ടൻ കോളേജിൽ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു. അത് നിങ്ങളിപ്പോ അദ്ദേഹത്തിന്റെ ഒരു പഴയ ഫോട്ടോ ഉണ്ടെങ്കിൽ എടുത്തു നോക്കിയാൽ മതി. 6 അടിക്ക് മേലെ ഹൈറ്റുള്ള ഒരാളാണല്ലോ ഈ പറയുന്ന KPCC പ്രസിഡന്റ്. അന്ന് ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വലിപ്പം എത്രയാക്കുന്നുണ്ട്? തെങ്ങിന് വീണ് വെച്ച പോലെ ഉണ്ടാവും. നമ്മുടെ മലബാർ പാടിയ തെങ്ങിന് വീണ് വെച്ച വണ്ണയുണ്ടാവും ഈ പിന്നെ നമ്മൾ ഇദ്ദേഹത്തെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ വരുന്ന ഇദ്ദേഹം പറയുന്നത് ഞാനൊരു പ്രത്യേക ആക്ഷൻ എടുത്തപ്പോൾ അത് ബ്രണ്ണൻ കോളേജിൽ അന്നേരം പഠിച്ചിരിക്കുന്ന ആളോട് ചോദിച്ചാൽ മതി. പ്രത്യേക ആക്ഷൻ കാണിച്ചിട്ടത് ഈ പറയുന്ന ഇയാളുടെ ഇപ്പൊ ഈ കാണുന്ന KPCC പ്രസിഡന്റ് നീളവും വണ്ണത് സത്യത്തിൽ നമ്മളെ നാടൻ ഭാഷയുടെ തമാശയുണ്ട്. മൂർദാവിൽ ഒരു അടി അടിച്ചിട്ടെങ്കിൽ നിങ്ങൾ അവസാനം ചട്ടിയിലായി പോകും, ഒറ്റ അടി അടിച്ചാൽ. അന്നും തന്നെ ഈ പറയുന്ന ആൾ അത്രയും വലിയ ആരോഗ്യമുണ്ട്, അത്രയും വലിയ ആരോഗ്യമുള്ള ഫുൾ കേസ് കേട്ടും പിന്നെ ഇൻസൈഡ് ഇതെല്ലാക്കി പിന്നെ പാലിന് ഷൂ ഇട്ടിട്ട് വരുന്ന ആളാണ് അന്നും കോളേജ് പഠിക്കുന്നതായിട്ട്. അതിലെന്നാൽ അത് അവരുടെ ഫിസിക്കലായിരിക്കുന്ന അവസ്ഥ, അദ്ദേഹത്തിന്റെ ട്രഡീഷണൽ ആയിരിക്കുന്ന സംഭവമാണ്. ഇതൊന്നും ഉള്ള ഒരാളല്ല ഇദ്ദേഹം ഒന്ന്. കാരണം ഇദ്ദേഹത്തിന് ദാരിദ്ര്യമുണ്ട്, പ്രതിസന്ധിയുണ്ട്, പ്രയാസമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കഥകളിൽ എന്താന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പിന്നെ അറിവില്ലാത്ത കാലത്ത് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ഇതൊന്നും തിരിച്ചറിയാത്ത ആളുകൾക്ക് പറയുന്ന വലിയ ബടായിയാണ്. ഞാൻ ഈ ഊരിപ്പിടിച്ച വാൾട്ട് മുന്നോട്ട് നടന്നു പറയുന്ന ബടായിയാണ്. ഈ പറയുന്ന KPCC പ്രസിഡന്റ് പിന്നെ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധിയിലാണ് ഏതെങ്കിലും ഒരു നിമിഷം ഇയാളൊക്കെ കടന്നു പോയിട്ടോ? ഒരു നിമിഷം ഇയാൾ കടന്നു പോയിട്ടോ? കണ്ണൂർ ജില്ലയിൽ ഒരൊറ്റ റോഡിലൂടെ സഞ്ചരിക്കാൻ അദ്ദേഹത്തെ ഇവർ സമ്മതിച്ചിട്ടില്ല. കാരണം അന്നേരം ഞാൻ അന്ന് ഈ പറയുന്ന ഘട്ടത്തിൽ ഇപ്പൊ പിന്നെ ചീമേനിയിലെ നടന്നിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തിന്റെ ഭാഗമായി അതിനകത്ത് പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആളുകളെ കൊലപ്പെടുത്തിയാണ് CPM. മുഴുവൻ ആളുകളെ കൊലപ്പെടുത്തിയാണ്. അവസാനം അതിനകത്ത് കൊല്ലപ്പെട്ടിരിക്കുന്ന ആളാണ് മാധവങ്കലത്തുള്ള പിന്നെ എബ്രഹാം. ഈ എബ്രഹാമിനെ കൊലപ്പെടുത്തിയ സമയത്ത് അതിന്റെ മുകളിൽ നടന്നിരിക്കുന്ന പൊതുയോഗത്തിൽ പോയി പ്രസംഗിച്ച ആളുമാണ് ഈ പറയുന്ന ഷാജി, ഈ പറയുന്ന ഞാൻ. അപ്പൊ ഇത് ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വഴിയിലൂടെ പോലും സഞ്ചരിക്കാൻ സമ്മതിക്കാതിരിക്കുക, അങ്ങനെ സഞ്ചരിക്കാൻ അനുവദിക്കാതിരിക്കുന്ന ഒരു കാലത്തെ മുറിച്ചു കടന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ അവകാശമാണെന്ന് സ്ഥാപിക്കുന്നതിൽ ഒരു ബഹുജന കൂട്ടായ്മയല്ല, ഒരു ജനാധിപത്യ പൗരബോധം ഓരോ മനുഷ്യരിലും ഉണ്ടാക്കുന്നതിൽ വിജയിച്ചതിന്റെ പ്രകടീകരണമാണ്, പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ലക്ഷക്കണക്കിന് വോട്ടിന് അദ്ദേഹം ഇവിടുന്ന് ജയിക്കുന്നത്. മറ്റല്ലാതെ വേറെ ആരുടെയും പിന്നെ സ്വയംഭൂവായിട്ട് വന്ന സംഭവമൊന്നുമല്ല അത്. അങ്ങനെ വന്നിരിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ അയാൾക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവുന്നറിയോ? ഞാൻ വെറുതെ നിൽക്കുന്നതല്ല എന്ന് പറയാവുന്ന ഒരു സ്വയം അഹങ്കാരം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഈ അഹങ്കാരങ്ങൾ ആരും വരെ അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? അതുമില്ലല്ലോ. ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്ന സംഭവമാണ് ജനാധിപത്യത്തിന്റെ പ്രസക്തി എന്താണ്, അതിന്റെ പ്രായോഗികം എന്താണ്. ഈ CPM എന്ന് പറയുന്ന ആൾ ഇയാളുടെ നേതൃത്വം നടത്തിയിരിക്കുന്ന കിരാതത്വത്തിനെതിരെ ഇഞ്ച് ഫൈറ്റ് ചെയ്ത് എത്ര ആളുകളെയാണ് ഈ കണ്ണൂർ ജില്ലയിൽ ഈ പറയുന്ന ഈ മുഖ്യമന്ത്രി അന്ന് കുത്തി വിളിച്ചത്? നിങ്ങൾക്ക് വല്ല കണക്കുണ്ട്? നിങ്ങളുടെ എത്ര ആളുകൾ, ഗണ്യാലൊടുങ്ങാത്ത ആളുകൾ, മുഴുവൻ ആളുകളെയും എവിടെയാന്ന് പറഞ്ഞാൽ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പിന്നെ മാഹി പാലത്തിനോട് വെച്ച് ഇങ്ങനെ ആഴ്ചക്ക് 3-4 ആളെയാണ് കൊല്ലപ്പെടുന്നത്.
എടുത്തിട്ട് വിലാപയാത്രയായിട്ട് കൊണ്ടുവരുന്നതാണ്. ഈ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ഇനി അങ്ങനെ ഒരുത്തനെ വീഴ്ത്താൻ അനുവദിക്കില്ലെന്ന് പറയാവുന്ന സംഭവം എന്നറിയാം. അത് കേവലം തിരിച്ചടിയല്ല, അത് പ്രതിരോധത്തിന്റെ മാർഗമാണത്. അത് പ്രതിരോധത്തിന്റെ മാർഗമാണ്. ജനാധിപത്യ അവകാശത്തിനായുള്ള വലിയ തീക്ഷ്ണമായ സമരത്തിന്റെ ഭാഗമാണത്. അങ്ങനെ ഒരു സമരഭൂമി, അത്തരം ഒരു സമരഭൂമി നിർമ്മിച്ചത് കൊണ്ടും കൂടിയാണ് ഇന്ന് ഈ പറയുന്ന കണ്ണൂർ ജില്ലക്കകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരനും സംസാരിക്കാനും പ്രസംഗിക്കാനും പിന്നെ വർത്താനം പറയാനുള്ള അനുമതി ഉണ്ടാവുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവന കാണാൻ പറ്റുമോ? ഇതുപോലെ ഈ കേരളം ഇന്നേരെ കാണാതിരിക്കുന്ന ആന്റി ഡെമോക്രാറ്റിക് ആയിരിക്കുന്ന ഒരാളല്ലേ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി? ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അയാൾ ജില്ലാ സെക്രട്ടറിയായ സമയത്ത് ഞാൻ ഈ CMPന്റെ പ്രവർത്തനാണ്. ഈ CMPന്റെ പ്രവർത്തനമായിരിക്കുന്ന ഒരൊറ്റ ഒരു CMPക്കാരന് ബസ്സിൽ കയറാൻ പറ്റിയില്ല. അറിയാമോ നിങ്ങൾക്ക്? ബസ്സിൽ സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ല, റോഡിലൂടെ നടന്നു പോകാൻ സംഭവിച്ചിട്ടില്ല, ഒരു സ്ഥലത്തൂടെ പോകാൻ സംഭവിച്ചില്ല. അതായത് ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്താ പറഞ്ഞാൽ, പ്രണയമുള്ള സമയത്ത് ആ പ്രണയം പൊളിക്കണമെന്ന് പിന്നെ കത്ത് പാർട്ടി സർക്കുലർ അയച്ച ലോകത്തിലെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഉണ്ടെങ്കിൽ ആ സെക്രട്ടറി ഈ പറയുന്ന മുഖ്യമന്ത്രി ആയിരിക്കും. ലോകത്ത് കേട്ടിട്ടുണ്ടാ? അത് കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ലെന്ന് പ്രണയത്തിനെന്ത് പാർട്ടി വന്ന് എന്തൊക്കെ പാർട്ടി ഉണ്ടാ? അത് പാടില്ലെന്ന് എഴുതി കൊടുക്കില്ലെന്ന് സർക്കുലർ അയക്കുകയാണ്. ആ സർക്കുലർ പിന്നെ ഈ പറയുന്ന ഞാൻ എന്റെ കയ്യിൽ ആ സാധനം കിട്ടിയിട്ട് തളിപ്പുറം ടൗണിൽ ചുരുട്ടി ചാടിയിട്ട് ആ സാധനം പ്രസംഗിച്ച ഒരാളാണ് ഞാൻ. ഈ സാധനം അത്ര ജനാധിപത്യ വിരുദ്ധനാണ് ഇയാള്. അത്ര നിഷ്ഠൂരനും അത്ര എന്താ പറയാ ഇൻഹ്യൂമനായിരിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ അങ്ങനെ വരിക്കുന്ന ഒരാളുടെ ആധിപത്യ മേഖലയിൽ നിന്ന് പൊതുജനത്തിന്റെ ജനാധിപത്യ ബോധത്തെ വികസിപ്പിച്ചെടുക്കുകയും അത് പൊരുതാനുള്ള സമരായുധമാണെന്ന് ശീലിപ്പിക്കുകയും അവരെ അനുഭവിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന ഒരാളാണ് വാസ്തവത്തിൽ ഈ പറയുന്ന എന്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം. അത് ഒരിക്കൽ പോലും പിന്നെ എക്സാജറേഷൻ അല്ല, ഒന്നുമല്ല. അത് യഥാർത്ഥത്തിൽ ഒരു ജീവിതത്തിലെ ഒരു ആൾ അനുഭവിച്ചിരിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അംഗീകാരമാണ് തെരഞ്ഞെടുപ്പുകൾക്കകത്ത്. അയാൾ ഓരോ തവണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം പിന്നെ CPIMന്റെ പിന്നെ വോട്ട് ബാങ്കുള്ള അവരുടെ കുത്തകാധികാര മണ്ഡലത്തിനകത്ത് പോലും വലിയ വോട്ട് അദ്ദേഹത്തിന് പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കിട്ടാനുള്ള പ്രധാനപ്പെട്ടിരിക്കുന്ന കാരണം ഈ പറയുന്ന സിൻസിയറായി നിന്ന് പൊതുജനത്തിന്റെ ജനാധിപത്യ അവകാശത്തിന് വേണ്ടി പിന്നെ സമരം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ പിന്നെ എന്താ പറയാ ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സംഭവങ്ങളുടെ മോള് അവര് പിന്നെ KPCCന്റെ അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാണ് അത്തരം ഒരു സംഭവം നിലവിൽ മറ്റൊരാൾ വന്നാൽ എന്തായാലും സുധാകരനോളം യോഗ്യത ഉണ്ടാവില്ല. കഴിയില്ല. ഞാൻ അതിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ. അത്രയും ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളൊന്നും ഇപ്പോ പിന്നെ അതിനകത്ത് ഇല്ല കേട്ടോ. അതിനകത്ത് ഇപ്പം നിലവിലില്ല. ഉണ്ടെങ്കിൽ ഒരു പഴയ ഒരു KPCC പ്രസിഡന്റ് ഉണ്ട്. അത് ഞാനിപ്പോ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. അങ്ങനെ നയിക്കാനൊരു കേപ്പബിൾ ആയിരിക്കുന്ന ഒരാൾ വാസ്തവത്തിൽ പിന്നെ ഒരാളുണ്ട് അതിനകത്ത്. അതല്ലാതെ വേറൊരാൾക്കൊന്നും അത്രയും എന്താ പറയാ മുഴുവൻ ആളുകളെയും പിന്നെ പേരെടുത്തിട്ട് വിളിക്കാനും പിന്നെ അവരെ മുഴുവൻ തന്നെ എന്താ പറയാ സ്പർശിക്കാനും കഴിയുന്ന അംഗീകാരം മറ്റുള്ളവർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അത് വേറൊന്നും കൊണ്ടല്ല, അവരാരും തന്നെ ഇത്തരം ഒരു സമരപഥത്തിലൂടെ കടന്നു വന്നവരല്ല എന്നുള്ളത് കൊണ്ടാണ്. മറ്റേത് എന്താന്ന് വെച്ചാൽ അത് മറ്റേ KC വേണുഗോപാലിന് സുധാകരനുമായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ? അങ്ങനെ അതെല്ലാം ഇതിന്റെ വേറൊരു കട്ട എന്താന്ന് പറയോ, ഇവരെല്ലാം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ അതിനകത്തൊരു മറ്റൊരു രീതിയിൽ നമ്മൾ കാണുമ്പോ എന്താന്ന് പറഞ്ഞാല്, അതായത് സുധാകരനെ വെട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ല അതുണ്ടാവുമായിരിക്കും. അതെന്തിനാണെന്ന് പറയാം. ഇവിടെയാണ് അതിനകത്തൊരു പ്രശ്നം വരുന്നത്. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും ആരുടെ താല്പര്യമാണ് ശരിക്ക്. അതൊരു മൂന്നാം തവണയും ഈ പറയുന്ന പിന്നെ എന്താ പറയാ പൊതുജനദ്രോഹപരമായിരിക്കുന്ന ഒരു സംവിധാനം വീണ്ടും വരണമെന്ന് അവര് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് പറയിപ്പിക്കുന്ന സംഭവത്തിന്റെ ഭാഗമായി തീരുകയാണല്ലോ. ഇപ്പൊ ആന്റണിയിലേക്കൊക്കെ ചർച്ച പോകുന്നതിന്റെ കാരണം ക്രിസ്തീയ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് എന്നും കേൾക്കുന്നു. അതല്ല അതിലൊന്നും യാതൊരു അർത്ഥവുമില്ലാത്ത സംഭവമാണ്. അയാളിൽ ആർക്കാണ് കേരളത്തിൽ അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? ഇപ്പൊ ഞാൻ നേരെ തിരിച്ചൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ഈ കേരളത്തിനകത്ത് ഇപ്പൊ ഇത് രണ്ടാം തവണ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നമ്മുടെ ഇതില്ലേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രണ്ടാം തവണയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇന്ന് പിന്നെ പഞ്ചായത്തിന് ശേഷം ഇന്ന് പുകയുണ്ടായി. അപ്പൊ ഈ പുകയുണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണ്? ഈ മുൻ ഗവൺമെന്റിനെതിരായി ഏറ്റവും ഗുരുതരമായിരിക്കുന്ന അഴിമതി ആരോപണം ഉന്നയിച്ചതാരാ ഇവിടെ കേരളത്തിനകത്ത്? അത് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന പിന്നെ ഇപ്പോഴും അവിടെ നിൽക്കുന്ന MP ആണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരുമാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഈ അഴിമതി ആരോപണത്തിനകത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കോവിഡ് കാലത്ത് പിന്നെ ഇത് ടോപ്പിക് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് പറയാം. കോവിഡ് കാലത്ത് പിന്നെ ശൈല ടീച്ചർ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന ഒരുപാട് പിന്നെ ഉപകരണങ്ങളുണ്ട് അവിടെ ഈ പറയുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്ത്. അതൊന്നും തന്നെ പിന്നെ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന കമ്പനിയിൽ നല്ല വാങ്ങിയത്.
80%, 90% കമ്മീഷൻ കിട്ടുന്നതിന്റെ ഭാഗമായി ബോംബെയിൽ നിന്ന്, ഇറ്റലിയിൽ നിന്ന് വാങ്ങേണ്ടിയിരിക്കുന്ന ഉപകരണത്തിന് പകരം വാങ്ങിയത് ബോംബെയിൽ നിന്ന് സാധനം വാങ്ങിച്ചത്. അതിന്റെ ഫലം എന്താണെന്നറിയോ? ഈ സാധനം പ്രവർത്തിപ്പിക്കാൻ അറിയുന്ന ഒരൊറ്റ ടെക്നീഷ്യനെയും ആരും എടുത്തില്ല, ഇവിടെ എടുത്തിട്ടില്ല. നമ്മൾ ഈ വീണ ജോർജിന്റെ വലിയ പരാജയം, വീണ ജോർജിനെ വലിയ അവരെല്ലാം ആരും കൊണ്ടുപോയി ഇതിന്റെ മന്ത്രിയായി ഇതെല്ലാം ആവുന്നെങ്ങനെയാന്ന് അറിയുന്നത്. ഇതെല്ലാം ഇവരുടെ ഈ കേരളത്തിനകത്തെ ഈ മന്ത്രിസഭക്കകത്ത് ഏതെങ്കിലും ഒരു മന്ത്രിയെ പാർട്ടി തീരുമാനിച്ചെടുത്തതാണോ? നിങ്ങൾ തിരിച്ചാലോചിച്ചോട്ടെ. ഏതെങ്കിലും ഒരു മന്ത്രിയെ പാർട്ടി തീരുമാനിച്ചിരിക്കുന്ന ഒരു മന്ത്രിയുടെ പേര് പറഞ്ഞ ഞങ്ങൾ ഈ CPM-നകത്ത് ഒരൊറ്റല്ല. ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു, അവരെ വെട്ടിമാറ്റി. അല്ല, അതേ പറഞ്ഞത്. അല്ല, അവരതാണ് ഞാൻ ഈ പറഞ്ഞ അഴിമതിയുടെ വിഷയം പറഞ്ഞത്. അവരുടെ ഈ അഴിമതിയുടെ വിഷയം ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്തരം വിഷയങ്ങൾ പോലും പബ്ലിക്കിന്റെ മുമ്പിൽ ഏറ്റവും ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്ന ഒരു ഘട്ടം വരുമ്പോ ആ ഘട്ടത്തെക്കാളെല്ലാം ഉപരിയായി വരുന്ന സംഭവം എന്താണ്? നിർണായകമായ സരിപ്പിന്റെ ഘട്ടത്തിൽ ഇത്തരം ഒരു സംഗതികൾ ഉണ്ടാക്കിയിട്ട് ചർച്ച വഴിമാറ്റി വിടുക എന്ന് പറയുന്നത് പൊതുവിൽ ജനാധിപത്യ ശക്തികളുടെ ഒരു പൊതു കൂട്ടായ്മയെ തടയുന്നതയോ അല്ലെങ്കിൽ അതിനെ നിർവീര്യമാക്കുകയോ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയാം, വീര്യമുള്ളവനെ വിഷം തീണ്ടി നിർവീര്യമാക്കി കളിയാന്ന് പറയാം. നമ്മൾ അങ്ങനെ പറയാം, വീര്യമുള്ളവനെ വിഷം തീണ്ടി നിർവീര്യമാക്കുക. ഈ വീര്യമുള്ളവനെ വിഷം തീണ്ടി നിർവീര്യമാക്കുന്ന പ്രവൃത്തിയാണ് സത്യത്തിൽ ഇപ്പോ നടക്കുന്നതാണ് ഗൗതം എനിക്ക് തോന്നുന്നത് കേട്ടാ. അപ്പൊ എന്തായാലും സുധാകരനെ മാറ്റുന്നത് തീർച്ചയായിട്ടും ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് അങ്ങ് പറയുന്നത്. അതെ, തീർച്ചയായും. അത് ഞാൻ പറയുമെന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമല്ല. അതൊരു ജനാധിപത്യ സംഭവത്തിനകത്തെ എന്താ പറയാ പ്രോത്സാഹിപ്പിക്കുന്ന സംഭവം ആയിരിക്കൂല അത്. തീർച്ചയായിട്ടും അതായിരിക്കില്ല. ഇതെന്താ ഞാനിത് ആവർത്തിച്ച് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പാർട്ടിയാണ് ഇന്ന് കേരളത്തെ നയിക്കുന്നത്. കണ്ണൂർ ജില്ല എങ്ങനെയാണോ നശിപ്പിച്ചു വെച്ചത് ഇയാൾ, ആ നശിപ്പിച്ചു വെക്കുന്ന പ്രക്രിയയാണ് ഇയാൾ പാർട്ടി സെക്രട്ടറി ആയതോടെ ഓൾ കേരള അടിസ്ഥാനത്ത് കൊണ്ടുവന്നത്. അങ്ങനെ കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന എല്ലാവിധ ജനാധിപത്യ വിരുദ്ധ സംഭവങ്ങളും എവിടെയും കൂടി വന്നു ഓൾ കേരള അടിസ്ഥാനത്തിലെ മുഴുവൻ ഭരണകേന്ദ്രങ്ങളിലേക്ക് ഈ സാധനം മാറ്റി. ഇതിനെതിരായി വന്നിരിക്കുന്ന ഒരു ചെറുത്തുനിൽപ്പ് കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ നടത്തി വളർത്തി ഉയർന്നു വന്നിട്ടുള്ള ആളാണ് വാസ്തവത്തിൽ ശരിക്കും ഫൈറ്ററാണ് ഈ KPCC പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം KPCC പ്രസിഡന്റായി ഇരിക്കുന്നതിനകത്ത് വളരെ ഗൗരവതരമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ ധർമ്മമുണ്ട്. ആ രാഷ്ട്രീയ ധർമ്മമാണ് ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നത്. ആ രാഷ്ട്രീയ ധർമ്മത്തെയാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത്, വീര്യമുള്ളവനെ വിഷം തീണ്ടി നിർവീര്യമാക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഇതിൽ മറ്റ് പല താല്പര്യങ്ങളും കടന്നുകൂടിയിട്ടുണ്ടോ എന്നുള്ള വിഷയം കൂടി തത്വത്തിൽ വരേണ്ടി വരും. പക്ഷേ ഇത് ശരിക്കും എന്താണെന്ന് കഴിഞ്ഞാൽ ഇത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയെ ദുരിതപ്പെടുത്തുന്നതിനല്ല ഞാൻ പറയുന്നത്, മറിച്ച് അത് തീർച്ചയായും ഒരു വലിയ ജനാധിപത്യ ഫോഴ്സായി അത് നിലയുറക്കുകയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനകത്ത് അതിന്റെ ജനാധിപത്യത്തിന്റെ വസന്തം വിരിയിക്കാൻ വാസ്തവത്തിൽ ഈ കോൺഗ്രസ് പാർട്ടി അതിനകത്ത് ഗണ്യമായ സംഭാവന നൽകേണ്ടത് ഒരു ചരിത്ര ഘട്ടവും കൂടിയാണ്. ഞാൻ ഇത് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ വളരെ